പാലക്കാട് ജില്ലയിലുള്ള കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെയും ഡാമിനോടനുബന്ധിച്ചുള്ള ഉദ്യാനത്തിൻ്റെയും അടിപൊളി കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇവിടുത്തെ പാർക്കിംഗ് സൗകര്യം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. എത്രയൊക്കെ വാഹനം വന്നാലും എത്ര വലിയ വാഹനം വന്നാലും അതെല്ലാം ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് പാർക്കിംഗ് സൗകര്യം സജ്ജമാക്കിയിട്ടുള്ളത്. ടിക്കറ്റ് ചാർജിനായിട്ട് ഇവിടെ വരുന്നത് ഒരാൾക്ക് വെറും 30 രൂപ മാത്രമാണ്. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയാൽ പിന്നെ പാർക്കിന്റെ അടിപൊളി കാഴ്ചകളിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. പാർക്കിന്റെ എൻട്രൻസിൽ നിന്നും ഇടതുഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ വലിയൊരു ആനയുടെ ശില്പം കാണാൻ പറ്റും. 20 വർഷത്തോളമായി DTPCയുടെ നിയന്ത്രണത്തിലുള്ള ഉദ്യാന പരിപാലന മേൽനോട്ടം കോങ്ങാട് MLA മുഖ്യ പങ്ക് വഹിക്കുന്ന പുതിയ ഉദ്യാന കമ്മിറ്റിക്ക് കൈമാറ്റം വന്നതോടുകൂടിയാണ് കാഞ്ഞിരപ്പുഴ ഡാമിൽ വലിയ മാറ്റങ്ങൾ വന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഗജരാജ ശില്പം. പ്രവേശന കവാടത്തിൽ നിന്നും വലതുഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ മരക്കൂട്ടങ്ങളുടെ ഏരിയ ആണ്. തണൽ നൽകിക്കൊണ്ടുള്ള വലിയ മരങ്ങളും അതിന് താഴെയുള്ള പുൽത്തകിടികളും ചെറു ചെറു ഇരിപ്പിടങ്ങളും ഈ ഭാഗത്തെ ഭംഗിയുള്ളതാക്കി മാറ്റുന്നു. പാർക്കിൽ നിന്നും നേരെയുള്ള പാതയിലൂടെ പോകുമ്പോൾ പാതയുടെ 2 വശത്തായിട്ടുള്ള ചെറു ചെറു മരങ്ങളും വാക്കോടം മലയുടെ ദൂരക്കാഴ്ചയും നല്ല ഭംഗിയിൽ തന്നെ കാണാം. പാർക്കിൽ കൂടുതലായി കണ്ടുവരുന്ന ഈ തണൽ നൽകുന്ന ഭംഗിയിലുള്ള ഈ ചെറുമരങ്ങളും താഴെയുള്ള ഈ പച്ചപ്പ് വിരിച്ച പുൽത്തകിടിയും പാർക്കിന്റെ മനോഹരമായ കാഴ്ചക്ക് കൂടുതൽ മാറ്റുകൂട്ടുന്നു. കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിലോട്ടെത്താൻ പാലക്കാട് നിന്നും മുതുകുറിശി തച്ചമ്പാറ വഴി ഏകദേശം 35 കിലോമീറ്ററും മണ്ണാർക്കാട്ടിൽ നിന്നും 10 കിലോമീറ്ററുമാണ് ഉള്ളത്. പാർക്കിന്റെ മധ്യഭാഗത്തായിട്ടുള്ള വിശാലമായിട്ടുള്ള പുൽത്തകിടിയിൽ ഒരു വലിയ ഓപ്പൺ സ്റ്റേജും ഉണ്ട്. വിശാലമായിട്ടുള്ള പുൽത്തകിടിയുടെയും ഈ ചെറു തണൽ മരങ്ങളുടെയും ഇടയിലുള്ള ഈ വിശ്രമ കേന്ദ്രങ്ങൾ ധാരാളമായിട്ട് പാർക്കിനകത്ത് കാണാൻ പറ്റും. അമ്യൂസ്മെന്റ് പാർക്കുകളിലും പ്രൈവറ്റ് പാർക്കുകളിലും മാത്രം കണ്ടുവരുന്ന സോർബിംഗ് ബാൾ സിസ്റ്റവും ഇവിടെ ഉണ്ട്. ഒരു സർക്കാരിന്റെ കീഴിൽ വരുന്ന ഉദ്യാനത്തിൽ ഇത് കാണുന്നത് ആദ്യമായി ഇവിടെ ആയിരിക്കും.
ഡാമിന്റെ ഭാഗമായിട്ടുള്ള ബേബി ഡാമിൽ ബോട്ട് സർവീസും കുട്ടയിലെ ജലഗതാഗതവും സഞ്ചാരികൾക്ക് ലഭ്യമാണ്. ബോട്ട് സർവീസിന്റെ അടുത്തായി തന്നെ ഒരു ചെറു കടയൊക്കെ ഉണ്ട്. ഇവിടെയുള്ള കുട്ടികൾക്കായിട്ടുള്ള പാർക്കിൽ ആധുനിക സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രൈവറ്റ് പാർക്കുകളിൽ കണ്ടുവരുന്ന ആധുനിക ഉപകരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഇവിടുത്തെ കുട്ടികളുടെ പാർക്കിന്റെ പ്രവർത്തനം. കുട്ടികൾക്കായിട്ടുള്ള പാർക്കിന്റെ ഇടതുവശത്തൂടെയാണ് ഡാമിന്റെ മുകളിലേക്കുള്ള വഴി. കുത്തനെയുള്ള ഈ പടവുകൾ കയറി വേണം ഡാമിന്റെ മുകളിലോട്ട് എത്താൻ. ഇത്രയും പടവുകൾ കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രവേശന കവാടത്തിന്റെ ഇടതുഭാഗത്തായിട്ട് മറ്റൊരു വഴി കൂടെ ഉണ്ട് ഡാമിന്റെ മുകളിലോട്ട് എത്താൻ. ഡാമിന്റെ മുകളിലോട്ട് എത്തിയാൽ തണുത്ത കാറ്റാണ് നമ്മെ വരവേൽക്കുന്നത്. ഡാമിന്റെ മുകളിലോട്ട് എത്തിയാൽ അവിടെ നിന്നും താഴോട്ടുള്ള പാർക്കിന്റെയും ബേബി ഡാമിന്റെയും കാഴ്ച അതിമനോഹരമാണ്. മൂന്ന് ഷട്ടറുകളുള്ള അണക്കെട്ടാണ് ഇവിടെ ഉള്ളത്. കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്, ഒറ്റപ്പാലം, പാലക്കാട് എന്നീ താലൂക്കുകളിലൂടെ
9713 ഹെക്ടർ സ്ഥലത്ത് ജലസേചനം നടത്തുന്ന പദ്ധതിയാണ് ഇത്. ഡാമിന്റെ റിസർവയറിൽ ഫിഷറീസ് വകുപ്പിന്റെ കീഴിലായി മത്സ്യബന്ധന പരിപാടിയും നടക്കുന്നുണ്ട്. പ്രദേശവാസികൾ തന്നെ മത്സ്യബന്ധനം നടത്തി ഇവിടെ തന്നെ വിറ്റഴിക്കുന്ന രീതിയാണ് നിലവിലുള്ളത്.